وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. ജീവിക്കുന്ന കാലം മുസ്ലിമായി ഇസ്സത്തോടെ, അഭിമാനത്തോടുകൂടെ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുവാനും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പകർത്തുകയും കഴിവിൻ്റെ പരമാവധി അത് മറ്റുള്ളവരിലേക്ക്, കൂട്ടുകാരിലേക്ക്, കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളായി തീരുക. അതിനായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 85-ാം അധ്യായമായ സൂറത്തുൽ ബുറൂജാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 7 ആയത്തുകൾ നാം പഠിച്ചു. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 8 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 85-ാം അധ്യായമായ സൂറത്തുൽ ബുറൂജിൽ ആദ്യത്തെ 3 ആയത്തുകളിൽ 4 കാര്യം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു. ഒന്ന്, വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വൽ യൗമിൽ മഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട യൗമുൽ ഖിയാമ തന്നെയാണ് സത്യം. വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. ഇങ്ങനെ 4 സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു എന്താ പറഞ്ഞത് നാം പഠിച്ചു. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ, ശപിക്കപ്പെടട്ടെ, നശിക്കട്ടെ. അന്നാരി ദാത്തിൽ വഖൂദ്, അതായത് വിറക് നിറച്ച അഗ്നിയുടെ ആളുകൾ. ഇദ് ഹും അലൈഹാ ഖുഊദ്, അവർ അതിങ്കൽ ഇരിക്കുന്ന സന്ദർഭം. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, അവർ അലാ മാ യഫ്അലൂന, അവർ ചെയ്യുന്നതിന്, ബിൽ മുഅ്മിനീന, വിശ്വാസികളായ ആളുകളെ കൊണ്ട് ചെയ്യുന്നതിന്, ഷുഹൂദ്, അവർ സാക്ഷികളുമായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിൻ്റെ വിശദീകരണം നാം പറയുകയുണ്ടായി. ആ കാലഘട്ടം ഏതാണ് ആ സമൂഹം എന്നൊന്നും വ്യക്തമായ ഒരു രേഖയില്ല, ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രേഖയില്ല. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും വിശ്വാസികളായി എന്ന ഒരൊറ്റ കാരണത്താൽ ആ മഹാന്മാരാകുന്ന വിശ്വാസികളെ കിടങ്ങിൽ വിറക് പൂട്ടി ആ തീയിലേക്ക്, അഗ്നിയിലേക്കിട്ട് അഗ്നിക്ക് ഇരയാക്കുകയും എന്നിട്ട് അവരുടെ പ്രയാസങ്ങളും ആ വിശ്വാസികൾ ആ തീയിൽ കത്തി എരിയുന്നത് കാണുമ്പോൾ, അവർ പൊളയുന്നത് കാണുമ്പോൾ ആ കിണറിന്, ആ കുഴിക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവിശ്വാസികൾ പൊട്ടിച്ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അതാണ് സംഭവം. വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ ശപിച്ചിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد وما نقموا منهم അവര് വെറുത്തിട്ടില്ല മിൻഹും അവരിൽ നിന്ന് ഇല്ല അൻ യുഅ്മിനു അവര് വിശ്വസിക്കുന്നതല്ലാതെ ബില്ലാ അല്ലാഹുവിനെ കൊണ്ട് അൽ അസീസ് പ്രതാപശാലിയായ അൽ ഹമീദ് സ്തുതിർഹനായ അസീസും ഹമീദുമായ അല്ലാഹുവിൽ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നു എന്നതല്ലാതെ അവരെ കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല താനും. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസികളെ ആ ക്രൂരത ചെയ്യാൻ, ആ അഗ്നിയിലിട്ടുകൊണ്ട് കൊലപ്പെടുത്തുവാൻ, മർദ്ദിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് ഒരൊറ്റ കാരണം മാത്രമാണ്. ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹ് അൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അല്ലാഹുവിനെ കൊണ്ട് അവർ വിശ്വസിച്ചു എന്ന കുറ്റമല്ലാതെ മറ്റൊരു കുറ്റവും ഈ വിശ്വാസികളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നു അവർ ചെയ്ത തെറ്റ്. ഈ ഒരു കാരണത്തിന് വേണ്ടി മാത്രമാണ് ആ വിശ്വാസികളെ കൊല്ലാക്കൊല ചെയ്തത്. തുടർന്ന് അല്ലാഹുവിന്റെ വിശേഷണം പറയുകയാണ്, അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, അല്ലദീ എങ്ങനെയുള്ള അല്ലാഹുവാണ്, ലഹു അവനാകുന്നു, മുൽക്കുസ് സമാവാത്ത് ആകാശങ്ങളുടെ മുൽക്ക്, ആകാശങ്ങളുടെ അധികാരം, രാജാധിപത്യം അല്ലാഹുവിനാകുന്നു, വൽ അർള് ഭൂമിയുടെയും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം ഏതൊരു റബ്ബിനാണോ ആ റബ്ബിൽ അവർ വിശ്വസിച്ചു എന്ന കാരണത്താലാണ് അവർ ഇത് ചെയ്തത്. അതല്ലാതെ യാതൊരു കുറ്റപ്പെടുത്തലുകളും ആ വിശ്വാസികൾക്ക് നേരെ അവിശ്വാസികൾ നടത്തിയിട്ടില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, വല്ലാഹു അല്ലാഹു ആകട്ടെ, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഷഹീദ് ദൃക്സാക്ഷിയാണ്. അല്ലാഹു എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു, ഷഹീദാകുന്നു. അവർ ചെയ്ത ആ ക്രൂരമർദ്ദനത്തിന് റഹ്മാനായ റബ്ബ് സാക്ഷിയാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു തആല പറയുന്നത് ഏതൊരു ആരാധ്യനുണ്ടോ അത് അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസം പുലർത്തിയിട്ടുള്ള കാരണം. ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. ഭക്ഷണം നൽകുന്നത് ആരാണ്? രോഗം സുഖപ്പെടുത്തുന്നത് ആരാണ്? എല്ലാം അല്ലാഹുവാണ്. ആ റഹ്മാനായിരിക്കുന്ന റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താലാണ് ആ റബ്ബിൽ മാത്രം വിശ്വസിക്കുകയും അചഞ്ചലമായ വിശ്വാസത്തിന്റെ വക്താക്കളാകുകയും ചെയ്തു എന്ന ഒരു കുറ്റമാണ് ഈ വിശ്വാസികൾ ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേലിൽ അവർക്ക് ചുമത്താനുണ്ടായിരുന്നില്ല. ഇന്നും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മുവഹ്ഹിദുകളുണ്ട്. എന്താ ചെയ്യുന്ന തെറ്റ്? മുവഹ്ഹിദുകളായ ആളുകളുടെ നേരെ വിവിധങ്ങളായിരിക്കുന്ന അക്രമം അഴിച്ചുവിടുന്നവരുണ്ട്, വിവിധ തരത്തിലുള്ള പരിഹാസങ്ങൾ എഴുതിവിടുന്നവരുണ്ട്, ഒരുപാട് 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 തരത്തിലുള്ള വിവിധങ്ങളായ പീഡനങ്ങൾ വരുത്തുന്നവരുണ്ട്. എന്തേ കാരണം? ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ ആ റബ്ബിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും ആ റബ്ബിനെ മാത്രം ആരാധിക്കുകയും ആ റബ്ബിനോട് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാവൂ, ആ റബ്ബിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നതിന്റെ പേരിൽ അത് വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം മറ്റൊരു കുറ്റവും പറയാനില്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഓരോ നാട്ടിലുമുള്ള പല മുവഹ്ഹിദുകളുമുണ്ട്. ആ മുവഹ്ഹിദുകളെ ഒറ്റപ്പെടുത്തുവാനും ആ മുവഹ്ഹിദുകളെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചിട്ടുള്ള അവനെ മാത്രം ആരാധിക്കുന്ന മുവഹ്ഹിദുകളെ കുറ്റപ്പെടുത്തുവാനും ആക്ഷേപിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും മർദ്ദിക്കുവാനും പല നാടുകളിലുമുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഒറ്റ കാരണം മാത്രമാണ്. അവരെ കുറിച്ച് മറ്റൊരു കുറ്റവും പറയാനില്ലാത്തവർ, എല്ലാ അർത്ഥത്തിലും അവരെ സ്നേഹിക്കുന്നവർ, ആ നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്, ഒരു തർക്കവും അവർക്കുണ്ടാവില്ല. പക്ഷേ അവരെ ആക്രമിക്കാനും അവരെ പീഡിപ്പിക്കാനും ഒറ്റപ്പെടുത്തുവാനും ബഹിഷ്കരിക്കുവാനും ഒക്കെ ഉള്ള ഒരേ ഒരു കാരണം ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ റബ്ബിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കുറ്റം കാരണത്താൽ
ആ ഒരു കാരണം മാത്രമാണ് ഇന്നും നമുക്ക് അത്തരം ആളുകളെ കാണാൻ കഴിയും. ഈ ആയത്തുകളിൽ നിന്നും അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ഈ കിരാത മർദ്ദനങ്ങളിൽ നിന്നും, അങ്ങനെ മർദ്ദനങ്ങൾ ഉണ്ടായപ്പോ ആ വിശ്വാസികൾ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് പാഠമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും നാട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അയൽപക്കങ്ങളിലുള്ളവരിൽ നിന്ന് എല്ലാം നമുക്ക് ഉണ്ടാകുമ്പോ എന്താ നാം ചെയ്യേണ്ടത്? എന്നാൽ ശരി, അവരോടൊപ്പം അങ്ങ് കൂടിക്കളയാമെന്നാണോ? തൗഹീദ് വലിച്ചെറിഞ്ഞ് ശിർക്ക് ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം കൂട്ടം കൂടാമെന്നാണോ? അത് പാടില്ല എന്ന മഹനീയമായ പാഠം നോക്കൂ. നിങ്ങൾ ഇവിടെ വിശ്വാസികളാകുന്ന ആളുകൾക്ക് മുമ്പിൽ അതിശക്തമായ വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരം ഒരുക്കിയിരിക്കുകയാണ്. സത്യവിശ്വാസികളായ, സാധുക്കളായ, പാവങ്ങളായ വിശ്വാസികളായി എന്നൊരൊറ്റ കാരണത്താൽ ജീവനോടെ ആ തീയിലേക്കിട്ട് അഗ്നിക്കിരയാക്കുകയാണ്. ആ സമയം അതെല്ലാം നോക്കി നിന്ന് അതിന്റെ ചുറ്റുപാടും ഇരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ട് ആഹ്ലാദിച്ച് രസിച്ച് ഉല്ലസിക്കുകയാണ് ആ ക്രൂര ജനത ചെയ്തത്. പക്ഷേ വിശ്വാസികൾ പതറിയോ? വിശ്വാസികൾ ഒഴിഞ്ഞു മാറിയോ? ഇല്ല. ഓരോരുത്തരെ പിടിച്ച് ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോഴും വിശ്വാസത്തിന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ ആ മഹാന്മാരാകുന്ന ആ മുവഹിദുകൾ, വിശ്വാസികൾ തയ്യാറായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക്, ആരെങ്കിലുമൊക്കെ കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോഴേക്ക് വലിച്ചെറിഞ്ഞ് ഒഴിവാക്കി പോകേണ്ടതല്ല നമ്മുടെ തൗഹീദും നമ്മുടെ ഇസ്ലാമും എന്ന മഹത്തായ ഒരു പാഠം ഈ ആയത്തുകളിൽ നിന്ന് ഞാൻ നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാമത്തെ ആയത്തിൽ ഒരു സന്തോഷ വാർത്ത, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും സത്യവും സത്യവിശ്വാസവും സ്വീകരിച്ചതിന്റെ പേരിൽ, പേര് മുസ്ലിമായി എന്നതിന്റെ പേരിൽ, പള്ളിയിൽ ജമാഅത്തിന് പോകുന്നു എന്നതിന്റെ പേരിൽ, അതിന്റെ പേരിൽ മാത്രം അസത്യത്തിന്റെ, അവിശ്വാസത്തിന്റെ ആളുകൾ, അവരിൽ നിന്ന് മൃഗീയമായ പലതരത്തിലുള്ള മർദ്ദനങ്ങളും ഉണ്ടാകും. പക്ഷേ അങ്ങനെ മർദ്ദനങ്ങൾക്ക് ഇരയാക്കാൻ ഇവരുടെ സ്വാധീനം കൊണ്ടും ഇവരുടെ കഴിവ് കൊണ്ടും ആൾബലം കൊണ്ടും വിശ്വാസികളെ മർദ്ദിക്കാൻ കഴിഞ്ഞേക്കും. അള്ളാഹുവിന്റെ ഒരു താക്കീതാണത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിലും അള്ളാഹു ദൃക്സാക്ഷിയാണ്. എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. വിശ്വാസിയായി എന്നതിന്റെ പേരിൽ ഇവരെ പ്രയാസപ്പെടുത്തുന്നത്, മർദ്ദിക്കുന്നത്, കൊല ചെയ്യുന്നത് എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. എല്ലാത്തിനും ആ റബ്ബ് മറുപടി എടുക്കുക, കൃത്യമായ നടപടി അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന ശക്തമായിരിക്കുന്ന ഒരു സന്ദേശം, ഒരു സന്തോഷ വാർത്ത അല്ലാഹു തആല അതിലൂടെ നൽകുന്നു. അവിശ്വാസികൾക്ക് ശക്തമായ താക്കീതും വിശ്വാസികൾക്ക് അതൊരു സന്തോഷ വാർത്തയുമാണ്. എല്ലാ കാലവും ഈ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം അല്ലാഹ് കാണുന്നുണ്ട്. ആ അള്ളാഹു സഹായിക്കും, ആ റബ്ബിന്റെ പിന്തുണ നമുക്കുണ്ടാകും എന്ന ഒരു ഓഫർ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. എന്നാൽ തുടർന്ന് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇന്നല്ലദീന തീർച്ചയായും ഒരു വിഭാഗം, ഫതനു അവരെ മർദ്ദിച്ചു, അൽ മുഅ്മിനീന സത്യവിശ്വാസികളെയും, വൽ മുഅ്മിനാത്തി സത്യവിശ്വാസികളെയും മർദ്ദിച്ചു. പക്ഷേ ആ മർദ്ദിച്ച ആളുകൾ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ലം യതൂബൂ, അവര് പക്ഷാതപിച്ച് മടങ്ങിയില്ല. എങ്കിൽ ഫലഹും അദാബു ജഹന്നം, അവർക്ക് ശക്തമായിരിക്കുന്ന നരകശിക്ഷയുണ്ട്. അദാബ് ശിക്ഷ, ജഹന്നം നരകശിക്ഷയുണ്ട്. വലഹും അവർക്കുണ്ട് അദാബുൽ ഹരീഖ്, ചുട്ടുകരിക്കുന്ന ശിക്ഷയും ഉണ്ട്. ചുട്ടുകരിക്കുന്ന ശിക്ഷയും നരകശിക്ഷയും അവർക്കുണ്ട്. ആർക്ക്? സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഈ നിലക്ക് ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ കഴിയാത്ത മർദ്ദനങ്ങൾക്ക് വിധേയരാക്കുകയും എന്നിട്ട് അതിൽ കുറ്റബോധം തോന്നി പക്ഷാതപിച്ച് മടങ്ങാതിരിക്കുകയും ചെയ്താൽ അവർക്ക് നരകശിക്ഷയും ചുട്ടരിച്ചു കളയുന്ന ശിക്ഷയും ഉണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. കഠിനവും കരിച്ചു കളയുന്നതുമായ ശിക്ഷ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നതായി കാണാം,
ഉൻളുറു ഇലാ ഹാദൽ കറമി വൽ ജൂദ്. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്തിന്റെ, അള്ളാഹു എത്രമാത്രം വലിയ ഔദാര്യവാനാണ്, കാരുണ്യവാനാണ് എന്നതിന്റെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമാണ് ഈ ആയത്ത്. ഈ ആയത്ത് എന്താ കാരണം? ആരെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്? ഹും അവർ ഖതലു ഔലിയാഅഹു വഅഹ്ലു ത്വാഅതിഹി. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞ അവന്റെ മിത്രങ്ങളെയും വഅഹ്ലു ത്വാഅതിഹി, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരെയും കൊന്നുകളഞ്ഞ ആളുകളാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്, അല്ലെ? ജീവനോടെ പിന്നെ തീയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയവരാണവർ. ആ ആളുകളെയാണ് അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? വഹുവ, അവൻ യദ്ഉഹും, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ വിശ്വാസിനികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആളുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? യദ്ഉഹും ഇല തൗബ, പക്ഷാതപത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ പറഞ്ഞത് സുമ്മ ലം യതൂബു, പക്ഷാതപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്തുണ്ട്? നരകശിക്ഷയുണ്ട്. അവർക്ക് ചുട്ടരിച്ച് കളയുന്ന അതികഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ പീഡനങ്ങളും മർദ്ദനങ്ങളും ചെയ്തിട്ട് അവർ പക്ഷാതപിച്ച് മടങ്ങിയാൽ, നിങ്ങൾ പക്ഷാതപിച്ച് മടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ശിക്ഷയുണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഭയാനകരമായ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നരകമുണ്ടാവുകയില്ല എന്ന ഒരു സന്ദേശം ഈ ആയത്തിലുണ്ട്. തെറ്റുകൾ ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം? പക്ഷാതപിച്ച് മടങ്ങണം എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മനുഷ്യരാണ്, തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ആ സമയത്ത് ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത്. റഹ്മാനായ റബ്ബിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങാൻ കഴിയണം എന്ന ഒരു പാഠം, എന്ന ഒരു ചിന്ത ഈ ആയത്തുകളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥ താഇബീങ്ങളിൽ, പക്ഷാതപിച്ച് മടങ്ങുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലമ്മ ദക്കറ ഉഖൂബത്തുൽ ളാലിമീന ദക്കറ സവാബൽ മുഅ്മിനീന, വിശ്വാസികളെയും വിശ്വാസിനികളെയും പീഡിപ്പിച്ച ആ ആളുകൾക്ക് അവർ പക്ഷാതപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയാനകരമായ നരകശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പിന്നീട് വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. ആ മർദ്ദനങ്ങളിലും പീഡനങ്ങൾ നേർക്ക് നേരെ കണ്ടപ്പോഴും, തന്റെ സഹോദരൻ ആ തീയിൽ കിടന്ന് വെന്തുരുകി മരിക്കുന്നത് കണ്ടപ്പോഴും ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ, തൗഹീദിൽ നിന്ന് പിന്മാറാതെ, ആ വിശ്വാസത്തിൽ, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ആ വിശ്വാസികൾക്ക് എന്താ കിട്ടുക? ആ വിശ്വാസികൾക്ക് കിട്ടുന്ന സവാബിനെ കുറിച്ചാണ്, പ്രതിഫലത്തെ കുറിച്ചാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും വിശ്വസിക്കുകയും, വഅമിലുസ് സ്വാലിഹാത്തി, സ്വാലിഹായ സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ? അവിശ്വാസികളായ ആളുകൾക്ക് നരകമുണ്ട്. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അവരെ വേദനിപ്പിച്ചവർക്ക്, അവരെ മർദ്ദിച്ചവർക്ക്, അവരെ പക്ഷാതപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ നരകമുണ്ട്. എന്നാൽ ഈ ശിക്ഷയ്ക്ക്, ഈ മർദ്ദനങ്ങൾക്ക് വിധേയരായ വിശ്വാസികൾക്കോ, വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആ ആളുകൾക്ക് ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ലഹും അവർക്കുണ്ട് ജന്നാതുൻ സ്വർഗ്ഗങ്ങളുണ്ട്, സ്വർഗ്ഗത്തോപ്പുകളുണ്ട്, തജ്രി മിൻ തഹ്തിഹാ, അതിന്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്നുണ്ട്, അൽ അൻഹാറു, അരുവികൾ. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്ക്, ദാലികൽ ഫൗസുൽ കബീർ, അതാണ് ഏത് ആ മഹനീയമായ സ്വർഗ്ഗത്തോപ്പാണ്. അൽ ഫൗസുൽ കബീർ, ഭയാനകരമായ ഏറ്റവും വലിയ വിജയം. ഫൗസ്, വിജയം. കബീർ, വലിയ വിജയം. അതാണ്, അതിനേക്കാളും വലിയ ഒരു വിജയമില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്തിൽ നമുക്ക് പാഠമുണ്ട്. മറ്റുള്ള ആളുകളുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ബഹിഷ്കരണങ്ങളിലൊക്കെ ക്ഷമിച്ച്, എല്ലാവിധ പ്രശ്നങ്ങളും അതൊക്കെ സഹിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ, എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രയാസങ്ങൾ ഉണ്ടായാലും, എവിടുന്ന് എന്ത് തന്നെ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വന്നാലും, എന്ത് തന്നെ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നാലും, അവിടെയൊക്കെ അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുകയും അവനിൽ തവക്കുലാക്കുകയും ചെയ്ത് ജീവിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തി അൽ അൻഹാർ,
ആ വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, വിശ്വാസിനികളായി ജീവിക്കാൻ കഴിഞ്ഞാൽ, ആ തൗഹീദിൽ അടിയുറച്ച മെമ്പർമാരായി നാം കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ടെന്നും അവർക്കാണ് ഏറ്റവും വലിയ വിജയമുള്ളത്, അത് മഹനീയമായ വിജയമാണ് എന്നൊക്കെയാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇന്നല്ലദീന ആമനു, വിശ്വാസമുണ്ടാകേണ്ടത് ബിഖുലൂബിഹിം, അവരുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. വിശ്വാസം ഹൃദയത്തിലാണ്. അതിൽ ഒരു കറയും ഉണ്ടാകരുത്, ഒരു പുഴുക്കുത്തും ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ ഓരോ വാക്കുകളിലും കൃത്യമായ വിശ്വാസം ഉണ്ടാകണം. സംശയങ്ങൾ ഉണ്ടാകരുത്, തർക്കങ്ങൾ ഉണ്ടാകരുത്. ഹൃദയത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും വഅമിലുസ്സാലിഹാതി ബിജവാരിഹിം, സ്വാലിഹുൽ അഅ്മാലുകൾ, സൽക്കർമ്മങ്ങൾ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളെ കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഇസ്ലാമികപരമായി വിശ്വസിക്കേണ്ടതെല്ലാം കൃത്യമായി വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും അവന്റെ ആദരണീയമായ ഭവനം കൊണ്ടും കൈവരിച്ച മഹനീയമായ സ്വർഗീയ വിജയം അള്ളാഹു തആല വിശ്വാസികൾക്ക് നൽകും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി എന്ന് സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്, ആ വിഭാഗത്തിൽ നമ്മൾ പെടരുത്. വിശ്വാസിനികളെയും പീഡിപ്പിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, മാനസികമായി അവരെ കുറ്റപ്പെടുത്തുന്ന, ഇല്ലാത്ത ആരോപണങ്ങൾ അവരുടെ മേൽ എഴുതുവിടുന്ന ആ ഒരു വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടരുത്. അങ്ങനെ ഏതെങ്കിലും വിശ്വാസിനികളെയോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മാനസികമായി, ശാരീരികമായി അത്തരം മുവഹിദുകളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ പക്ഷാതപിച്ച് മടങ്ങണം. ഇനിയും അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പക്ഷാതപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന ശക്തമായിരിക്കുന്ന താക്കീത് നൽകിയ ആ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകരുത്. പിന്നെ നമ്മൾ എവിടെയാ പെടേണ്ടത്? വിശ്വസിക്കേണ്ടതെല്ലാം കൃത്യമായി വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തുമില്ല എന്ന് ഉറപ്പിക്കുകയും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വാലിഹുൽ അഅ്മാലുകൾ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയത്തിലെത്താൻ വിശ്വാസികളാവുക, സ്വാലിഹുൽ അഅ്മാലുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വാലിഹുൽ അഅ്മാലുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ച് നിറസഞ്ചിയുമായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.